അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, 10⁻²y = 25 എങ്കിൽ 10⁻y എത്രയാണ്? അപ്പൊ 10⁻²y എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് ഏത് ഫോമിലാണ്? a⁻mn എന്ന ഫോമിലാണ്. ഈ a⁻mn നമുക്ക് എങ്ങനെ എഴുതാം? a⁻m⁴n എന്ന് എഴുതാം. അപ്പൊ അതുപോലെ എഴുതുകയാണെങ്കിൽ 10⁻²y നമുക്ക് എങ്ങനെ എഴുതാം? 10⁻² എന്ന് എഴുതാം, അല്ലെങ്കിൽ 10⁻y² എന്ന് എഴുതാം. ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാൻ, രണ്ടും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്? 10⁻y ആണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ എഴുതാം, രണ്ടാമത്തെ രീതിയിൽ എഴുതാം. അപ്പൊ 10⁻²y = 25. അത് എന്തിന് ഈക്വലാണ്? 10⁻y⁴ ഈക്വൽ ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? 25 ആണെന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചത് 10⁻y ആണ്. ചോദിച്ചത് 10⁻y ആണ്. അപ്പൊ 10⁻y² 10⁻y ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ റൂട്ട് എടുത്താൽ മതി. റൂട്ട് എടുക്കുമ്പോൾ ഈ റൂട്ടും ഈ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയിട്ട് ബാക്കി 10⁻y മാത്രമാവും. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇടത്ത് ഭാഗത്ത് നമ്മൾ അത് ചെയ്തു. ഇടത്ത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു? 10⁻y⁴ റൂട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ = 25 ആണല്ലോ. അപ്പൊ ഇടത്ത് ഭാഗത്ത് നമ്മൾ റൂട്ട് ഇട്ട് കൊടുത്തത് കൊണ്ട് വലത്ത് ഭാഗത്ത് നമ്മളൊരു റൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ √25 ± 5 ആണ്. നമ്മുടെ ഓപ്ഷനിൽ +5 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 5 ആണ്. അപ്പൊ ചെയ്തത് എന്താണ്? നമ്മൾ ചോദ്യത്തിനെ a⁻m⁴n എന്നുള്ള ഫോമിലേക്ക് ആക്കി, എന്നിട്ട് അതിനെ നമ്മളെ ചോദ്യത്തിൽ ഏതാണോ ആപ്റ്റ് ആയത് അത് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ 10⁻y മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഈ സ്ക്വയർ വേണ്ട. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പൊ ഇടത്ത് ഭാഗത്ത് റൂട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ വലത് ഭാഗത്തും റൂട്ട് എടുക്കണം. അപ്പൊ വലത് ഭാഗത്ത് എന്താണുള്ളത്? 25 ആണ്. 25ന് റൂട്ട് ഇട്ട് കൊടുത്തപ്പോൾ 5 കിട്ടി. അതാണ് ഉത്തരം.